വിദ്യാഭ്യാസ തുടർ പ്രക്രിയ തുടരേണ്ട ആളുകൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഒക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇഗ്നോ പീപ്പിൾ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അതേപോലെ തന്നെ ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിന്റെ അവസാന തീയതിയും മറ്റു കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അപേക്ഷയ്ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് പോസ്റ്റ് ഗ്രാജുവേഷൻ അപേക്ഷിക്കേണ്ട ആളുകൾക്ക് ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് അയാളുടെ SSLC ബുക്കിന്റെ സ്കാൻ ചെയ്ത കോപ്പി, പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റിന്റെ സ്കാൻ ചെയ്ത കോപ്പി, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റിന്റെ സ്കാൻ ചെയ്ത കോപ്പി, അതേപോലെ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന SC ST OBC തുടങ്ങിയ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, BPL കുടുംബങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, ആളുടെ ഫോട്ടോ സ്കാൻ ചെയ്യുന്നത് 100 KB കുറവായിരിക്കണം അതിൻ്റെ സൈസ്, അതേപോലെ തന്നെ ആളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തത് അത് 100 KB കുറവായിരിക്കണം. ഇത്തരം രേഖകളാണ് ഇത് അപേക്ഷയ്ക്ക് ആവശ്യമായി വരുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എങ്ങനെ നമുക്ക് ഇഗ്നോയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന്. ഇഗ്നോ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയുടെ പോർട്ടലിൽ എത്താവുന്നതാണ്. വെബ് അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മെനുവിൽ രജിസ്റ്റർ ഓൺലൈൻ എന്ന മെനുവിൽ ഓൺലൈൻ അഡ്മിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്നതിനാൽ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു യൂസർ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അത് രജിസ്റ്റർ യുവർ സെൽഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. പേര്, ഫാദറിന്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, മൊബൈൽ നമ്പർ, യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങി നൽകണം. ഈ യൂസർ നെയിം പിന്നെ നമുക്കൊരു വെൽക്കം പേജ് ലഭിക്കുന്നതാണ്. ഇവിടെ യൂസർ ID ഉള്ള പേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യം പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന ഇതിൽ വരും. അവിടെ നമ്മൾ ഡിപ്ലോമയാണോ മാസ്റ്റർ ഡിഗ്രി ആണോ ഡിഗ്രി ആണെന്ന കാര്യം സെലക്ട് ചെയ്യണം. പിന്നീട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കോഴ്സ്, ഏത് കോഴ്സാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സ് സെലക്ട് ചെയ്യണം. സെന്ററിന്റെ റീജിയണൽ സെന്റർ ഏതാണോ അത് സെലക്ട് ചെയ്യണം. സെന്ററിന്റെ കോഡ് സെലക്ട് ചെയ്യണം. അടുത്ത സബ് ആയിട്ടുള്ള കോഡ് സെലക്ട് ചെയ്യണം. പിന്നീട് നമ്മൾ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് കാരണം പലപ്പോഴും സെർവർ ബിസി ആയതുകൊണ്ട് ഇത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡാറ്റ ലോസ് ആവാതിരിക്കാൻ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നൽകുന്നത്. അതിനുശേഷം അതർ ഡീറ്റെയിൽസിൽ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അത് നൽകണം. പിന്നീട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഏതാണ് ക്വാളിഫിക്കേഷൻ അത് സെലക്ട് ചെയ്യുക. അതിന്റെ മെയിൻ സബ്ജക്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. ഇയർ ഓഫ് പാസിംഗ്, ഡിവിഷൻ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ബോർഡ് കോഡ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ബോർഡ് ചിലപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലിസ്റ്റ് ചെയ്യാത്താണെങ്കിൽ ഇവിടെ 9999 എന്ന ലാസ്റ്റ് നോട്ട് ലിസ്റ്റഡ് എന്ന കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് കോഴ്സ് ഡീറ്റെയിൽസ് വരും. അത് ആ സ്ക്രീനിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസുകൾ നൽകണം. അവരുടെ അഡ്രസ്സ്, സ്ഥലം, കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ നമുക്ക് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇതിൽ ഏത് ഡോക്യുമെന്റ്സ് ആണോ ആ ഡോക്യുമെന്റ്സ് ടൈപ്പ് സെലക്ട് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുക. അതിന്റെ സൈസ് കാര്യങ്ങളുണ്ട്. ആ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ സൈസിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ SSLC ബുക്ക്, അതേപോലെ തന്നെ പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ്, ആളുടെ ഫോട്ടോ, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിർബന്ധമാണ്. അത് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത സ്ക്രീനിൽ ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ നൽകിയതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്ത് വരുന്ന സ്ക്രീൻ നമുക്കൊരു കൺഫർമേഷൻ ഉള്ള സ്ക്രീനാണ്. കൺഫർമേഷൻ നമ്മൾ നേരത്തെ നൽകിയ എല്ലാ ഡാറ്റകളും അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുവാനുള്ള സ്ക്രീനാണ്. ആ സ്ക്രീനിൽ വിവരങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇവിടെ എല്ലാ റൈറ്റ് സൈഡിലായിട്ട് എഡിറ്റ് എന്ന ബട്ടൺ കാണാവുന്നതാണ്. ആ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിവരങ്ങൾ തിരുത്താവുന്നതാണ്.
അതിനുശേഷം നമ്മൾ ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ഫീസ് ഡീറ്റെയിൽസിലേക്ക് വരിക. ഫീസ് ഡീറ്റെയിൽസ് നമുക്ക് ടോട്ടൽ പേയ്മെന്റ് എത്ര നടക്കേണ്ട വിവരങ്ങളും കാര്യങ്ങളും മോഡ് സെലക്ട് ചെയ്ത് തന്നെ ലഭിക്കുന്നതാണ്. അതിനുശേഷം മേക്ക് പേയ്മെന്റ് എന്ന ബട്ടൺ കാണാം. മേക്ക് പേയ്മെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോർമലി നമ്മൾ ബാങ്കിങ് ഗേറ്റ്വേയിൽ ചെയ്യാവുന്ന യൂസർ ID, പാസ്വേഡ്, ചില ബാങ്കുകൾക്ക് OTP ഒക്കെ വരണം. ആ OTP ഒക്കെ പൂർത്തീകരിക്കുക. ഇവിടെ CSC വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് എടുക്കുവാനുള്ള സൗകര്യമുണ്ട്. ഞാനിവിടെ CSC വാലറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ആ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസീറ്റ് ലഭിക്കും. ആ റെസീറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് അപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ഒരു ഫോം, ഫുള്ളായിട്ടുള്ള ഫോം ലഭിക്കും. ആ രജിസ്ട്രേഷൻ ഫോം നമ്മൾ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ.